തീരദേശത്തെ കുടിവെള്ളക്ഷാമത്തിന് അടിയന്തര പരിഹാരം വേണമെന്ന് മുസ്ലിം ലീഗ് യൂത്ത് ജില്ലാ പ്രസിഡന്റ് എം സനോഫൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വാടാനപ്പള്ളി ഉൾപ്പെടെ മതിലകം മുതൽ ഏങ്ങണ്ടിയൂർ വരെയുള്ള 9 തീര പഞ്ചായത്തുകളിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് അനുഭവപ്പെടുന്നത്. കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് നടപ്പിലാക്കി ടാങ്കർ ലോറികൾ മുഖേന അടിയന്തരമായി കുടിവെള്ളം എത്തിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടറെ നേരിൽ കണ്ട് പരാതി നൽകിയതായും സനോഫൽ പറഞ്ഞു. മുസ്ലിം ലീഗ് വാടാനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് PA സിദ്ദിഖുൽ അക്ബർ, സെക്രട്ടറി AY ഹർഷാദ് എന്നിവർക്കൊപ്പമാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടറെയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറെയും നേരിൽ കണ്ട് നിവേദനം സമർപ്പിച്ചത്. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ തീരദേശ വാർഡുകളിൽ കടലേറ്റം മൂലം കുടിവെള്ള സ്രോതസ്സുകളിൽ ഉപ്പുവെള്ളം കയറി നൂറുകണക്കിന് കുടുംബങ്ങൾ കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുകയാണ്. വാട്ടർ അതോറിറ്റിയുടെ വിതരണ പമ്പിംഗ് സംവിധാനങ്ങളിലെ അപര്യാപ്തതയും പൈപ്പ് ലൈനുകൾക്ക് സംഭവിച്ച കേടുപാടുകളും കാരണം ഗുരുതരമായ കുടിവെള്ള പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത്. കടലേറ്റം മൂലം കുടിവെള്ള പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള വാർഡുകളിൽ കുടിവെള്ള വിതരണം നടത്തുന്നതിന് പ്രത്യേക അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മണലൂർ MLA തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കാനുള്ള അധികാരം ജില്ലാ കളക്ടർക്കും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്കുമാണ് ഉള്ളത്. ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതിനേക്കാൾ ഉത്തരവാദിത്തം മറ്റൊരിടത്തേക്ക് മാറ്റാനുള്ള സമീപനമാണ് MLA സ്വീകരിച്ചതെന്നാണ് ആരോപണം. ജനങ്ങൾ ദുരിതം അനുഭവിക്കുമ്പോൾ ലഭ്യമായ ഫണ്ട് പോലും പ്രയോജനപ്പെടുത്താൻ കഴിയാത്തത് പഞ്ചായത്തിൻ്റെ ഗുരുതരമായ വീഴ്ചയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 15 ദിവസത്തിനകം കുടിവെള്ള പ്രശ്നത്തിന് ഫലപ്രദമായ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തി ശക്തമായ സമരപരിപാടികളുമായി മുസ്ലിം യൂത്ത് ലീഗ് മുന്നോട്ടു പോകുമെന്നും AM സനോഫൽ മുന്നറിയിപ്പ് നൽകി.